എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നാടൻ ഒരു ഒഴിച്ചൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി. ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും അതുപോലെ പപ്പടവും തൈരും സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പച്ചക്കറികൾ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്, അതും പഴയകാല നാടൻ രുചിക്കൂട്ടിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പം നമ്മൾക്ക് ആദ്യം കുറച്ച് പരിപ്പ് വറുത്തെടുക്കുക. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് തൂരപ്പരിപ്പാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ച് തൂരപ്പരിപ്പ് എടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി കിട്ടണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ കറിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ചീനച്ചട്ടിയിൽ നിന്ന് ഇതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. പരിപ്പെല്ലാം ഞാൻ ഇതിനകത്തുനിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ എരിവിന് ആവശ്യം അതനുസരിച്ച് വറ്റൽ മുളക് എടുക്കുക. ഞാനിപ്പോൾ ഒരു 5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. വറ്റൽ മുളക് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടാവും കേട്ടോ. അപ്പോൾ വറ്റൽ മുളക് ഈ രീതിയിലായിരിക്കണം ഫ്രൈ ആയി കിട്ടേണ്ടത്. ഇനി ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. തുവരപ്പരിപ്പ് ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക. ഇനി അതിനകത്തേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ആ പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ തന്നെ കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ കുക്കറിൻ്റെ വിസിലിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് ഒരു 3 വിസിൽ കേട്ടപ്പോഴേക്കും നല്ലപോലെ എനിക്ക് ഈ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് നമ്മൾ കുക്കറിൽ വേവാൻ വച്ചിരുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ പരിപ്പ് വെന്ത് കിട്ടണം കേട്ടോ. ഈ ഒരു രീതിയിൽ പരിപ്പ് വേവിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തെ വെള്ളം ഉണ്ടല്ലോ ഈ പരിപ്പിനകത്തെ, അത് കളയരുത്. അത് നമ്മൾക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കുക. അത് നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്തേക്ക് ആ വെള്ളം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പ് വെന്ത വെള്ളം നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ ആ വെള്ളം വളരെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മളിപ്പോൾ വേവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ വറുത്തെടുത്ത വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് നാളികേരം ഒരുപാടൊന്നും ഈ കറിയിലേക്ക് ആവശ്യമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ നാളികേരേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. നമ്മളിപ്പോൾ പരിപ്പ് വേവിച്ചപ്പോൾ മാറ്റി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ നമ്മൾ വറ്റൽ മുളക് ഫ്രൈ ചെയ്തപ്പം ബാലൻസ് കിട്ടിയതാണ് കേട്ടോ. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ പരിപ്പും നാളികേരത്തിൻ്റെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആ പരിപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ മാറ്റി വെച്ചിരുന്നത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ കട്ടകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഈ കറിയിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുമ്പം സാധാരണ നമ്മൾ പരിപ്പ് വേവിക്കുമ്പം ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ നമ്മൾക്ക് പിന്നീട് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി നാളികേരം അരച്ചിട്ട് നിങ്ങൾക്ക് ആ പരിപ്പിൻ്റെ വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചെറിയ ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതാ കുറച്ച് വാളംപുളിയാണ്. വാളംപുളി ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വാളംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് പുളിരസമൊക്കെ കറിയിലേക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ദാ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾക്ക് തീ നല്ല പോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ 3 മിനിറ്റാണ് തിളപ്പിച്ചെടുത്തത്. കാരണം എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് നേരോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതാ നല്ല പോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഒരു 2 സെക്കൻഡ് ഒന്ന് നല്ല പോലെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു കറി ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി നല്ല പോലെ കുറുകി കിട്ടുന്നതാണ്. ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വറുത്തിടണം. സാധാരണ നമ്മൾ കറിയിലേക്ക് വറുത്തിടുന്നതിനേക്കാളും 1-2 ചേരുവ കൂടുതൽ ചേർത്തിട്ടാണ് വറുത്തിടുന്നത്. ഇതാ കടുകിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4-5 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ പാൻ ആയതുകൊണ്ട് നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുളകൊക്കെ ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട്. ഇനി കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ജീരകവും അതുപോലെ തന്നെ കായത്തിൻ്റെയൊക്കെ പൊടി ചേർത്ത് വറുത്തിട്ടത് കൊണ്ട് കറിക്ക് തന്നെ നല്ല വാസനയും അതുപോലെ തന്നെ വളരെ രുചികരവുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പരിപ്പ് കൊണ്ട് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു കറി തയ്യാറാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്